അന്തോണീസ് പുണ്യാളുടെ കയ്യിൽ സങ്കീർത്തനങ്ങളുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. പുണ്യാളുടെ ഫേവറേറ്റ് പുസ്തകമായിരുന്നു അത്. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്സ്റ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറേ കാര്യങ്ങൾ അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ട്. ധ്യാന ചിന്തകൾ, പോയിന്റ്സ്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പുണ്യാളെ സംബന്ധിച്ച് അതൊരു ട്രഷറായിരുന്നു, നിധിയായിരുന്നു ആ പുസ്തകം. ഒരു ദിവസം ഈ പുസ്തകം കാണാനില്ല. പുസ്തകം മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെയും കാണാനില്ല. അവൻ ഈ പുസ്തകം കൊണ്ടങ്ങ് പോയി. എവിടെ പോയെന്ന് ആർക്കും ഒരു പിടുത്തവും ഇല്ല. അന്തോണീസ് പുണ്യാളിരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞുള്ളൂ, അപ്പോൾ തന്നെ ഈ പുസ്തകം തിരിച്ചു കിട്ടി. പുസ്തകം മാത്രമല്ല, ഇത് കൊണ്ടുപോയ കുട്ടിയെയും തിരിച്ചു കിട്ടി. അവൻ തിരിച്ച് സെമിനാരിൽ ചേരുകയും ചെയ്തു. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അന്തോണീസ് പുണ്യാളിനോട് കുറെ പ്രാർത്ഥിച്ചിട്ടില്ലേ? അങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ. ചെറുതും വലുതുമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെ വെച്ചിട്ട് നമ്മുടെ നല്ല ശീലങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ, നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ? ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കൂടി ഒന്ന് അന്തോണീസ് പുണ്യാളിനോട് പ്രാർത്ഥിക്കണം കേട്ടോ.